ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റ് പ്ലാന്റ്സ്. നമുക്ക് ഒരുപാട് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റീസും ഉണ്ട്. അലക്കേഷ്യ, ഫിലോഡൻഡ്രൻസ്, കലേഡിയംസ്, ആന്തൂറിയംസ്, മോൺസ്ട്ര, സിങ്കോണിയം, അങ്ങനെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയ എല്ലാ പ്ലാന്റ്സും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുകരുത് കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്ലാന്റ് നമ്മുടെ ഹോമലോമിനയുടെ കാംഫോളിയേജ് എന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല മിലിറ്ററി പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് അപ്പോബാളിസ് എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല പർപ്പിൾ കളറും മുകൾ ഭാഗത്തെ ഇലകളിൽ നല്ല പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് സിങ്കോണിയത്തിൻ്റെ മിൽക്ക് കോൺഫെറ്റി എന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തി കൊടുക്കാം. ഇത് സിങ്കോണിയത്തിൻ്റെ ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന മിനി എല്യൂഷൻ എന്ന വെറൈറ്റിയാണ്. അടുത്തത് ഫിലോണ്ടൻ വെറൈറ്റിയാണ്. ഫിലോണ്ടൻ ജോസ്പുവാന, നല്ല വേരിയേഷനൊക്കെ വന്നിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. എല്ലാം നല്ല വലിയ സൈസുള്ള പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഫേണിൻ്റെ ഒരു വെറൈറ്റി കൂടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ അതുപോലെ തന്നെയാണ്, അത്രയും സൈസില്ല. ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്തൊക്കെ ഫിഷ് ടെയിൽ ഫേൺ എന്നും പറയാറുണ്ട് കേട്ടോ. കുറച്ച് ലീഫിൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതാ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അലക്കേഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട്. ഇത് അലക്കേഷ്യയുടെ റിഗാലെ ഷീൽഡ് എന്ന വെറൈറ്റിയാണ്. ഇത് ഒരുപാട് വലിയ സൈസാവുന്ന വലിയ ഇലകളാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് അലക്കേഷ്യ സെറൻഡിപെറ്റി, നല്ല ബ്ലാക്ക് കളറിൽ ഗ്ലേസിങ്ങുള്ള ഇലകളുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് അലക്കേഷ്യ സ്റ്റിംഗ്റേ എന്ന വെറൈറ്റിയാണ്. ഇതും ഒരു നല്ല വലിയ സൈസുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത്. താഴ്ഭാഗത്ത് തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് അലക്കേഷ്യ ലോങ്കിലാബ ഗ്രാൻഡീസ് എന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ സൈസിലുള്ള തൈകളാണ് എത്തിയിട്ടുള്ളത്. ഇത് അലക്കേഷ്യ മെലോ. ഇത് അധികം പൊക്കത്തിൽ വളരാത്ത ഒരു കുഞ്ഞു വെറൈറ്റിയാണ്. ഇനി നമുക്ക് മോൺസ്ട്ര പ്ലാന്റ്സ് ആണ്. മോൺസ്ട്രയുടെ രണ്ട് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്, മോൺസ്ട്ര ഡെലീസിയോസ. ഇത് നമുക്ക് ഫെനസ്ട്രേഷനൊക്കെ വന്ന ഏറ്റവും വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോൺസ്ട്രയുടെ ഒരു പുതിയ വെറൈറ്റിയായ മോൺസ്ട്ര തൗറിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഫെനസ്ട്രേഷനൊക്കെ വന്ന് തുടങ്ങും കേട്ടോ അടുത്ത ലീഫൊക്കെ ആകുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഫിലോ വെറൈറ്റിയാണ്, ഫിലോ മെലാനക്രിസം. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഫിലോ സമ്മർ ഗ്ലോറി. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. പുതിയ ലീവ്സൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള തൈകളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഫിലോണ്ടൻ ടോർട്ടം. ഇതൊരു ഫിലോണ്ടൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ടോർട്ടം എന്ന വെറൈറ്റിയാണ് ഇട്ടത്. ഇതും ഒരു ഫിലോ വെറൈറ്റിയാണ്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തി കൊടുക്കേണ്ട ഒരു വെറൈറ്റിയാണ്. മെച്ചൂർഡ് ആകുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ അല്ല കേട്ടോ ഉണ്ടാവുക. അടുത്തത് ഫിലോ ഓറഞ്ച് മെർമലേഡ എന്ന വെറൈറ്റിയാണ്. ഇത് ഏറ്റവും ഭംഗിയുള്ള ഒരു ഫിലോ വെറൈറ്റിയാണ്. നല്ല അടിപൊളി കളറായിട്ട് വരും. യെല്ലോ കളറും റെഡ് കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പുതിയ ഇലകളൊക്കെ വരുന്നത്. ഇത് ഫിലോ മെലാനി ഗോൾഡ് എന്ന വെറൈറ്റിയാണ്. നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഫിലോ ഗോൾഡൻ വയലിൻ. നിയോൺ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ SP കൊളംബിയ ആണ്. SP കൊളംബിയ നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ ഇലകളാവും. നമ്മുടെ ഗാർഡനിൽ ഒരു റിച്ച് ലുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ആന്തൂറിയത്തിൻ്റെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ഇലകളുള്ളത്. അടുത്തത് ഒരു ആന്തൂറിയം വെറൈറ്റിയാണ്. ആന്തൂറിയം ബിഗ് ബെൽ എന്ന വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കാം കേട്ടോ. ഇത് അതുപോലെ തന്നെ ഒരു ഫിലോ വെറൈറ്റിയാണ്, ഫിലോ മെജസ്റ്റിക്.
ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഫിലോ മാമൈ എന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ SP കൊളംബിയയുടെ അതുപോലെ തന്നെ നല്ല ആന്തൂറിയംസിൻ്റെ പോലത്തെ വലിയ ഇലകൾ വരും കേട്ടോ അതിനും. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിങ്ക് പ്രിൻസസ് ആണ്. ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രം എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പിങ്ക് കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇത് ഫിലോണ്ടൻ സെല്ലാം ഹോപ്പ്. ഇത് ഫിലോണ്ടൻ ബേൾമാക്സ് വെരിഗേറ്റഡ്. ഇതൊരു ഫിലോ വെറൈറ്റിയാണ്, പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വെൽവെറ്റ് ടെക്സ്ചറാണ് കേട്ടോ. ഇതിൻ്റെ 2-3 തൈകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതും ഒരു പുതിയ ഫിലോ വെറൈറ്റിയാണ്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ചൊക്കെ വളർത്തേണ്ട ഒരു വെറൈറ്റിയാണ്. ഇതൊരു ആന്തൂറിയം വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് പീസ് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് ഫിലോ ആറ്റം, കുറച്ച് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല ബുഷി പോട്ടാണ് കേട്ടോ. 2-3 ഷൂട്ട്സൊക്കെ ഒരു ചട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതും ഒരു ഫിലോ വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ ആരെങ്കിലും ഈ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നമ്മുടെ ഹിലോ ബ്യൂട്ടി എന്ന കലേഡിയാണ്. ഇത് നമ്മുടെ ഫിലോണ്ടൻ ഗോൾഡി. ഇതിൻ്റെ ഈ സൈസിലുള്ള തൈകളും അതുപോലെ ചെറിയ തൈകളും അവൈലബിൾ ആണ് കേട്ടോ. ഇത് അഗ്ലോണിമയുടെ ചൈന റെഡാണ്. അഗ്ലോണിമയുടെ 2 വെറൈറ്റീസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഫിലോ മാക്സിമം. ഫിലോ അറ്റാബോയിൻസ്. നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ആയിക്കോട്ടെ. എല്ലാ പ്ലാന്റ്സിൻ്റെയും പേരും വിലയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിച്ചാൽ മതി. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.